ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് അഭിപ്രായം പറയാൻ പോയതാണ് നമ്മുടെ സജി ചെറിയാൻ. അദ്ദേഹത്തിന് ഒരു കാര്യം നന്നായിട്ടറിയാം. ഇപ്പോൾ ഈ CPM-ൽ പ്രത്യയശാസ്ത്ര വിശാരദന്മാർ വളരെ കുറവാണ്. MAB ഉണ്ടായിരുന്നു, അദ്ദേഹം ഡൽഹിക്ക് പോയി. പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത് MV ഗോവിന്ദൻ മാത്രമാണ്, സംസ്ഥാന സെക്രട്ടറി. മറ്റാരും അങ്ങനെ പ്രത്യയശാസ്ത്രത്തിൽ കയറി പിടിക്കാറില്ല, അതിന് സമയം കിട്ടാറില്ല. അപ്പോൾ ആ വഴിക്ക് ഒന്ന് ശ്രമിച്ചതാവണം. എന്തായാലും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അവതരിപ്പിച്ചതാണ് സജി ചെറിയാൻ. അതുവഴി ഇപ്പോഴൊരു വലിയ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് മന്ത്രി. ഒരു സാധാ കുരുക്കൊന്നുമല്ലത്, ഒരു മരണക്കെണി എന്ന് തന്നെ പറയാം. 2022 ജൂലൈ 3 അദ്ദേഹം മല്ലപ്പള്ളിയിൽ നടത്തിയ ഒരു പ്രസംഗം, അത് ഭരണഘടനയെ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതുമാണെന്ന് പ്രഥമ ദൃഷ്ടിയ കാണാൻ കഴിയുമെന്ന് ഇന്ന് ഹൈക്കോടതി ഒരു ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം സംബന്ധിച്ച് പുനരന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോടതി. വിശ്വാസമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് അനുകൂലമായ ഒരു റിപ്പോർട്ട് വാങ്ങി ഫയലിൽ വച്ചാൽ മന്ത്രിയെ രക്ഷിക്കാൻ കഴിയുമെന്ന പിണറായി സർക്കാരിൻ്റെ വ്യാമോഹമാണ് ഇന്ന് ഹൈക്കോടതി വിധി വഴി തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. വാസ്തവത്തിൽ ആ വിധി നമ്മുടെ മന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണം ഹൈക്കോടതി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ അന്വേഷണത്തിൻ്റെ പോരായ്മകൾ, പിഴവുകൾ എണ്ണി പറയുകയും ചെയ്തു. CPM-ൻ്റെ മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴാണ് സജി ചെറിയാൻ ഈ ഭരണഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ അറിവുകൾ വെളിപ്പെടുത്തിയത്. തനിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള ആദരവും ബഹുമാനവും നല്ല നാടൻ ചെങ്ങന്നൂർ ഭാഷയിലൊന്ന് പ്രകടിപ്പിച്ചതാണ്. പക്ഷേ എന്തു ചെയ്യാം, ആദ്യം രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും അതിന് സമാനമായൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ചില നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം, കൊടച്ചക്രം എന്നൊക്കെ ആമുഖത്തിൽ പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം മല്ലപ്പള്ളിയിൽ പറഞ്ഞത്. ആളൊരു ശുദ്ധാത്മാവാണ്. ശരിയെന്ന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു ശിശു സഹജമായ മനസ്സാണ് സജി ചെറിയാനുള്ളത്. അതുകൊണ്ടങ്ങ് പറഞ്ഞു പോയതായിരിക്കും. പക്ഷേ അത് കേട്ടവർക്കാർക്കും അത്ര പിടിച്ചില്ല. ഇപ്പോൾ ഹൈക്കോടതിക്ക് അത് തീരെ ദഹിച്ചിട്ടില്ല എന്ന് കോടതിയുടെ വിധിയിൽ നിന്ന് വ്യക്തമാവുകയാണ്. എല്ലാവരും ഭരണഘടന സ്വന്തം കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു കാലമായത്. രാഹുൽ ഗാന്ധി എവിടെ പ്രസംഗിച്ചാലും അദ്ദേഹം ഭരണഘടന ഉയർത്തിക്കാട്ടും. കോൺഗ്രസ് അംഗങ്ങൾ ലോകസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് തന്നെ കയ്യിലൊരു ഭരണഘടനയുടെ കോപ്പി വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി മോദി വെറുതെ ഇരിക്കുമോ? അദ്ദേഹം പാർലമെൻറ്റിൽ ഭരണഘടനയെ വണങ്ങുന്നു, ഭരണഘടനയെ ആണയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം സമസ്തയുടെ അധ്യക്ഷനെ കാണാൻ പോയപ്പോൾ ഒരു ഉപകാരമെന്ന നിലയിൽ സമർപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കയ്യെഴുത്ത് പ്രതിയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പേർത്തും ഭരണഘടനയെ ആണയിട്ട് സംസാരിക്കുമ്പോൾ ഭരണഘടനയെ രക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് പറയുന്ന കാലാവസ്ഥയിലാണ് മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അവമാനിച്ചത് അല്ലെങ്കിൽ അവഹേളിച്ചത്. പിന്നീടത് വിവാദമായി, കേസായി, പുക്കാറായി. അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറിയ ഒരു മന്ത്രി ആ ഭരണഘടനയെ ജനസമക്ഷം പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവഹേളിക്കുമ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയില്ലല്ലോ. ഒടുവിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു ധാർമ്മികതയുടെ പേരിൽ. അതിനുശേഷം ഗവൺമെൻറ് എന്താ ചെയ്തത്? ഒരു പോലീസുകാരനെ അതിൻ്റെ അന്വേഷണം ഏൽപ്പിച്ചു. മന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം ഒരു തകർപ്പൻ അന്വേഷണം അങ്ങ് നടത്തി. വേണ്ടത്ര സാക്ഷി മൊഴികൾ പോലും എടുത്തില്ല. അദ്ദേഹം മൊഴിയെടുത്തത് ആരുടേതാണെന്നറിയാമോ? സജി ചെറിയാൻ പ്രസംഗിക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്ന CPM നേതാക്കളുടെ. അവർ സജി ചെറിയാനെതിരായിട്ട് മൊഴി കൊടുക്കുമോ?
സജി ചെറിയാനെ ന്യായീകരിച്ചല്ലേ അതേ അവർ സംസാരിക്കുമോ? പത്രപ്രവർത്തകരടക്കം ആളുകളുണ്ട്. അവരുടെ ആരുടെയെങ്കിലും മൊഴികൾ എടുക്കണമെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയില്ല. അത് മാത്രമല്ല, ഈ പ്രസംഗമടങ്ങുന്ന പെൻഡ്രൈവ്, അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട്, അതെങ്കിലും ഈ റിപ്പോർട്ടിൽ ചേർക്കേണ്ടതല്ലേ? അതുപോലും ചേർക്കാതെ സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചിട്ടില്ലെന്നും അങ്ങനെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് സമർപ്പിച്ചു. സർക്കാരിന് സന്തോഷമായി. മജിസ്ട്രേറ്റ് അത് ശരിവെച്ചുകൊണ്ട് ഉത്തരവിട്ടു. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ കേസെത്തുന്നത്. പക്ഷേ ഹൈക്കോടതിക്ക് സജി ചെറിയാൻ്റെ ന്യായവാദങ്ങൾ അത്ര അങ്ങോട്ട് സ്വീകാര്യമായില്ല. അദ്ദേഹം പറഞ്ഞത് ഈ കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞത് സാന്ദർഭികമായിട്ട് ഉപയോഗിച്ചതാണെന്നാണ്. ആ സാന്ദർഭികത്വം ഉണ്ടല്ലോ, അതും കോടതിക്ക് പിടുത്തം കിട്ടിയില്ല. കോടതി ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾ മതേതരത്വം, ജനാധിപത്യം മുതലായ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന വാക്കുകൾക്കൊപ്പം, ആ സങ്കല്പങ്ങൾക്കൊപ്പമാണ് ഈ കുന്തവും കുടച്ചക്രവും ഒക്കെ വന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്തിനാണത് പ്രയോഗിച്ചത്? കോടതി വളരെ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുക. സജി ചെറിയാൻ്റെ പ്രസംഗത്തിലെ പോരായ്മകൾ, വീഴ്ചകളെല്ലാം കോടതി അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. അതുപോലെ ഈ അന്വേഷണത്തിലെ പാകപ്പിഴകൾ, വേണ്ടത്ര കൃത്യമായിട്ട് മൊഴിയെടുക്കാതിരുന്നത്, ഈ പെൻഡ്രൈവിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കാതിരുന്നത്, അല്ലെങ്കിൽ അത് ചേർത്ത് റിപ്പോർട്ട് നൽകാതിരുന്നത്, അതൊക്കെ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ഫോറൻസിക് റിപ്പോർട്ട് സംബന്ധിച്ച് കേരള സർക്കാർ കോടതിയിൽ പറഞ്ഞ എന്താണെന്നറിയാമോ? ഞങ്ങളത് ഫോറൻസിക്കിൻ്റെ അന്വേഷണത്തിന് അയച്ചു, പക്ഷേ കിട്ടിയിട്ടില്ലെന്ന്. ഇത് കേരളത്തിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ച കാര്യമാണ് പറയുന്നത്. കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ഒന്നും പരിശോധനയ്ക്ക് അയച്ച കാര്യമല്ല. അത് കിട്ടിയില്ലെന്ന്. അത് കിട്ടാതിരുന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു? അതില്ലാതെ ഒരു റിപ്പോർട്ട് അങ്ങ് സമർപ്പിച്ചു, മന്ത്രിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട്. അതാണ് ഹൈക്കോടതി ഇപ്പോൾ വലിച്ച് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നത്. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണമായിട്ടാണ്, അതിൽ നിന്നുണ്ടായ ഒരു റിപ്പോർട്ടായിട്ടാണ് അതിനെ ഹൈക്കോടതി കണ്ടിരിക്കുന്നത്. വേട്ടക്കാർ വിരിക്കുന്ന കെണിയിൽ കുടുങ്ങുന്ന മൃഗങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി മേലാസകലം കുടയും. അപ്പോൾ കൂടുതൽ കുരുക്കിൽപ്പെടുകയുള്ളൂ. ഏതാണ്ട് അതേ അവസ്ഥയാണ് നമ്മുടെ സജി ചെറിയാൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ കോടതിയുടെ വിധി വന്ന ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല, ഈ കോടതിക്ക് മുകളിൽ വേറെ കോടതിയുണ്ട്, അപ്പോൾ ഞാൻ ആ കോടതിയിൽ അപ്പീൽ കൊടുത്തോളാം, രാജിവെക്കുന്ന യാതൊരു പ്രശ്നമേ ഇല്ല. നേരത്തെ ഒരിക്കൽ രാജിവെച്ചത് അത് ധാർമ്മികമായ കാരണങ്ങളുടെ പേരിലായിരുന്നു. അതിന് സമയം കഴിഞ്ഞത്രേ, അതിനി ഇല്ലെന്ന്, ഇനി ധാർമ്മികത വേണ്ട. അതെന്താ, ഈ ധാർമ്മികതയ്ക്ക് എന്തെങ്കിലും ഈ സമയക്രമങ്ങളുണ്ടോ? അത് ഇന്ന തീയതി മുതൽ ഇന്ന തീയതി വരെയാണ് നിലനിൽക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ധാർമ്മികതയില്ല എന്നാണോ മന്ത്രി പറയുന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഉദ്ദേശം? ധാർമ്മികത എന്നുമുള്ളതാണ് രാഷ്ട്രീയക്കാരൻ്റെ, അതിലേറെ ഭരണം നിർവഹിക്കുന്ന ആളിൻ്റെ, ഒരു മന്ത്രിയുടെ ധാർമ്മികത. അതൊരു സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ ധാർമ്മികതയേക്കാൾ വളരെ ഉയരത്തിലുള്ളതാണ്. അല്ലാതെ അന്ന് രാജിവെച്ചു, ഇന്നിപ്പോൾ ഇല്ല, ധാർമ്മികതയില്ല എന്ന് പറയരുത്. പഴയ സാഹചര്യമല്ല. അന്ന് സ്വന്തം നിലയ്ക്കെന്ന് പറയുമ്പോൾ പാർട്ടിയോ മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ടായിരിക്കുമല്ലോ, അങ്ങനെയാണ് രാജിവെച്ചത്. ഇപ്പോൾ അങ്ങനെയല്ല. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു താങ്കൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, താങ്കളുടെ പ്രസംഗത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഉള്ളടക്കമുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയ കാണാൻ പറ്റുന്നുണ്ട് എന്ന് കോടതി പറയുന്നുണ്ട്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട്, പോലീസ് അന്വേഷണ റിപ്പോർട്ട്, അതിന് ഒരു വിലയും ഹൈക്കോടതി കൽപ്പിച്ചിട്ടില്ല, വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അന്ന് രാജിവെച്ച സാഹചര്യത്തെക്കാൾ വളരെ ഗൗരവതരമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോഴും അദ്ദേഹം പറയാണ് ഞാൻ രാജിവെക്കില്ല. ഇപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തെ നേരിടുക എന്നതല്ലാതെ എന്തു വഴിയാണ് മന്ത്രി സജി ചെറിയാൻ്റെ മുമ്പിലുള്ളത്? അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം ഈ സർക്കാരിലെ ഒരു അംഗമായി തുടരുമ്പോൾ ഈ സർക്കാർ നിയന്ത്രിക്കുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എത്രത്തോളം നീതിപൂർവമാകും, ന്യായയുക്തമാകും? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് രാജിവെക്കുക, അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം എന്ത് സംഭവിക്കുന്നുവെന്ന്
നോക്കാം എന്നുള്ളത് മാത്രമാണ്.